ഗൈസ്, അപ്പം നമ്മൾ ഹനോയിലത്തെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആ ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ അവിടെ പോയതെങ്കിലും നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഷോക്കിംഗ് ആയിരുന്നു. എന്താണ് ആ ഷോക്കിംഗ് എന്നല്ലേ, നമുക്ക് ഒരുമിച്ച് പോകാം. അതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരുമിച്ച് നമുക്ക് പോവാം. ഹലോ, ഇന്നിപ്പോ ഇവിടെ ഇപ്പൊ 3 മണിയായി. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു, അങ്ങനെ തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും വന്ന് കിടന്നുറങ്ങി. ഇതാണ് ആകെ നമ്മളിന്ന് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ 1 മണിയായപ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ്, 1 മണിക്ക് എഴുന്നേറ്റില്ല, 2 മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കാം ഓക്കെ പുലർച്ചെ ഇഷ്ടമുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് തരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എഴുന്നേറ്റ് ഇപ്പൊ റെഡിയായി. ഇനി ആ മറ്റേ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോവാണ് അല്ലേ? ഓക്കെ, കോഴി നന്നായി കൂവുന്നുണ്ട്. ഈ ബാഗ് എല്ലാത്തിന്റെ ഒപ്പം പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. ഇത് കണ്ട, ഇത് റോഡ്, ഇത് കഫേ. ആ കഫേയുടെ മുമ്പില് ട്രാക്കാണ്. അവിടെ കണ്ട ഇങ്ങനെ കെട്ടി വെക്കണത്, അതിന് മുകളിലാണ് ട്രാക്ക്. എന്റെ മനസ്സിലുള്ള ട്രെയിൻ ഇങ്ങനെ എഴുതില്ല വരുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോ നല്ലൊരു കഫേ നോക്കി കേറിയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതല്ല കേട്ടാ, ഇതല്ലാന്നാ എനിക്ക് തോന്നണേ. അതെ, ഇത് ഞാൻ കണ്ടിട്ട് 2 സൈഡിലും കടയിട്ട്. ഇതിപ്പോ ഒരു സൈഡില് മാത്രമല്ലോ കട. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഇനി അങ്ങോട്ട് നടക്കണമെങ്കിലോ? ഏയ് വേണ്ട അല്ലേ? ഏയ് വേണ്ടോ, ഇവിടെ ഇരുന്നാ നല്ല വ്യൂ കിട്ടും ചെയ്യും. ഇതിപ്പോ നമ്മൾ കേറ്റുവാണ് ഇവര്. ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, സുവനീർ ഇവിടുന്ന് ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ ബീർ ബോട്ടിലിന്റെ ക്യാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് സുവനീർ കിട്ടാൻ നോക്കട്ടെ. You should fight back. നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ മൊത്തം ബിസിനസ്സാണ്.
നമ്മൾ ഇപ്പൊ വന്ന് കയറിയ ഒരു സ്ഥലം അവർ നമ്മളവിടെ പിടിച്ചു വെച്ചോക്കായിരുന്നു. ലാസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് പോകുന്നത്. അപ്പം നമുക്ക് പല സൈഡിൽ കൂടെ നമുക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പം നമ്മൾ കയറിയ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ മാത്രം കടയുള്ളൂ, ഇപ്പോഴത്തെ സൈഡിൽ കടയില്ല. അത് ഒരു രസമില്ലല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ലാസ്റ്റ് തല്ലി പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇവിടെ നടന്ന് വന്ന് ഒരു വിധത്തിൽ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് കയറിയിരുന്നു. അപ്പം എനിക്ക് തോന്നി ഈ കട മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ കടയിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങണം, എന്നാലും അവർ നമ്മൾ ഇവിടെ ഇരുത്തോളൂ. ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് മാത്രം പോവാനാണെങ്കിലും നമ്മളിവിടേക്ക് പൈസ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ നല്ല അവിടെ ഇരിക്കുന്നതന്നെയായിരുന്നു. അവിടെ ആൾക്കാർ കുറവായിരുന്നു. അപ്പുറം സൈഡിൽ ആദ്യം വരുന്ന ആ ഷോട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എല്ലാം ഒരേപോലെ പക്ഷെ കുഴപ്പമില്ല. അതായത് മൊത്തത്തില് സീരിയസ്ലി പറഞ്ഞ ഞാൻ റീലൊക്കെ കാണും. ഇതെന്തിനീ ട്രെയിൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ അവിടെ കുറേ ട്രെയിൻ ഉണ്ടല്ലോ, ഇതിൽ 3 ട്രെയിനോട് നമ്മുടെ അവിടെ ഉണ്ട്. പിന്നെ സൈഡിലൊന്നും ഇതേപോലെ ഇരിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി വെച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ടൊക്കെ നോക്കിയാൽ സാധാരണ നമ്മുടെ അവിടുത്തെ ട്രെയിനൊക്കെ തന്നെ. ഇതെന്തിന് ഇത്ര ഹൈപ്പ് നോക്കിയാ. പക്ഷെ എന്നാലും ഇത്ര ഹൈപ്പ് ഉള്ള കാരണം കൊണ്ട് നമ്മളിവിടെ വന്ന് ഫോട്ടോ എടുത്തില്ല. ഇത് അതുകൊണ്ട് മാത്രം ഇപ്പോൾ ചുമ്മാ വന്നു എന്ന് മാത്രം. കൊള്ളാം, എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരു അതായത് ഇതത്രയും ഇല്ലെങ്കിൽ പോലും ഇവിടെ ആൾക്കാരെല്ലാവരും കൂടി വന്ന ഒരു വൈബ് ഉണ്ട് ഇവിടെ. നന്നായി ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏത് കഫേയിലാണോ ടോവിന് ഇരുന്നത്? ഇത് വേറെ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. എൻട്രൻസ് ഇത് മാത്രമല്ല, റെയിൽവേ സാധനമല്ലേ, ഏറ്റവും ആൾക്കാർ വരുന്ന ഇത്. ശരിയാട്ടാ. ഇപ്പൊ നമ്മൾ വന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന് ഒരു 10 മിനിറ്റ് 6 മിനിറ്റ് 6 മിനിറ്റ് നടത്താം, അത്രേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടുത്തെ എല്ലാ കഫേസും എംപ്റ്റി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ, എല്ലാവരും പോയി. പിന്നെ ഇത് ഇത്ര ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ റോഡായി, ആൾക്കാർ പോകുന്നു. പിന്നെ വീണ്ടും അടുത്ത സ്ട്രീറ്റ് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? ചുമങ്ങൽ വരെ പോയിട്ട് ഞാൻ പേരിട്ടതാ. ഒക്കെ ചുവന്ന സാധനങ്ങളാണ്. ഓ, ഇതിന്റെ ലൈറ്റ് ക്യാമറയിൽ ഇങ്ങനെ മിന്നുവാണ്, പക്ഷെ ഇത് ആക്ച്വലി മിന്നുന്നില്ല ക്യാമറ. നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി, അതിനുശേഷം കോഫിക്ക് ബാർഗൈൻ. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു, എന്നിട്ട് കുറച്ച് നേരം മാർക്കറ്റ് പഠിക്കായിരുന്നു ഇവിടെ ഇരുന്ന്. അപ്പം ഒരു ഇന്ത്യൻസ് അവിടെ കാഷ്യൂ അവർ വാങ്ങി. അപ്പം നേരെ അരുവിനെ ഞാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരുടെ അടുത്ത് എത്ര രൂപയ്ക്കാണ് അത് വാങ്ങിയെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ. അവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇതും അത് ടേസ്റ്റ് ഉണ്ട് ഒരു സാധനം. അതിൻ്റെ 2 പാക്കറ്റും അതുപോലെ 2 കിലോ കാഷ്യൂം വാങ്ങി. ഇപ്പം അരുമോൻ കോഫിക്ക് വേണ്ടിയിട്ടുള്ള പൈറ്റ. How much this one is? Nah. Give some good price. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടീസൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ബാർഗെയിനിങ് അറിയാണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ഇല്ലെങ്കിൽ അവരെ നമ്മൾ പറ്റിക്കും അത്ര തന്നെ. ഈ ചെക്കൻ 1 ബാർഗെയിനിങ് സ്കില്ലൊക്കെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് ഇപ്പൊ ഒരു മില്യൺ പറയുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് 5 ലക്ഷത്തിന്. ഓക്കെ 5. അപ്പൊ അവര് പറയും 9, 6, 8, 7 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് അവരും പോകുന്നില്ലാണ്ട് കുറച്ചൊക്കെ പറയും. അതന്നെ ആദ്യം കാൽക്കുലേറ്ററിലെ കളിയാണ്. കാൽക്കുലേറ്ററിൽ 80,000 പറയുമ്പോൾ 8 ലക്ഷം പറയും. ഇത് പാട്ടാണോ? ഒരു കടയിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടായി.
അവര് 1 ലാക്ക് പറഞ്ഞു. എന്നിട്ട് അവര് കുറച്ച് 880 പറഞ്ഞപ്പോ ഒരാള് No. 8 ലക്ഷം വേണം. അപ്പൊ അവര് ചിരിക്കുക. അങ്ങനെയൊക്കെ തന്നെ ഒപ്പിച്ചെടുക്കൂലേ. ഓണത്തിനിടയിൽ പുട്ടുകച്ചവട്ടം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളോട് ചെയ്യാൻ വർത്താനം പറയുമ്പോൾ വർത്താനം പറയണേ ചക്ക നോക്ക് പോണത് ഇടി കൊടുക്കണ്ടല്ലേ. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം നാളെ നമ്മൾ ഹെലോംബേ പോവാണ്. ഹെലോംബേയിൽ നമ്മൾ ഒരു ക്രൂയിസ് എടുത്തിട്ടുണ്ട്, ഒരു നൈറ്റ് മാത്രം. പിന്നെ അവിടെ നിന്ന് വീണ്ടും കൂടെ തിരിച്ചു വരുന്നു, ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിൽക്കുന്നു. പിറ്റേ ദിവസം നമ്മൾ പോകുന്നു ബാക്ക് ടു ഹോം. പക്ഷേ മടുത്തു. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വീക്ക് എക്സൈറ്റ്മെന്റ് കാരണം ഉള്ള എനർജി മൊത്തം അങ്ങോട്ട് എടുത്തിട്ട് എല്ലാ ദിവസവും കറങ്ങാൻ നടന്നു. ഇപ്പൊ എനർജി ഇല്ലാണ്ടായി, ഒക്കെ എനർജി പോയി. ഇനിയിപ്പോ ഈ വെക്കേഷനുള്ള ക്ഷീണം മാറ്റാൻ അടുത്ത വെക്കേഷനിൽ പോയി അവിടെ കിടന്ന് ഉറങ്ങണം എന്നാണ് തോന്നണേ. അല്ലോ 2 ദിവസം പബ്ലിക് ഹോളിഡേ ഒക്കെ ലീവ് ഉണ്ടല്ലോ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പിന്നെ ഇനിയിപ്പോ ഇന്നലെ ഇന്നൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച്. ഇവിടെ തന്നെ ഇങ്ങനെ ഇരിപ്പൊക്കെ ആയിരുന്നു അല്ലേ, ഉറക്കും എനർജി എടുക്കലൊക്കെ ആയിരുന്നു പരിപാടി. അങ്ങനെ അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അവിടെ ഇരുന്ന് കള്ള് കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ഇത് ബിസി സ്ട്രീറ്റ് 4 കൂടിയൊരു ജംഗ്ഷനാണിത്. ഇതേപോലത്തെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ ഇതേപോലെ കുറേ സ്ട്രീറ്റും കുറേ കടകളും ആൾക്കാരും ബഹളവുമാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇവരുടെ മറ്റേ ചീര വെളുത്തുള്ളിയിട്ട് ബട്ടർ സ്പിനാച്ച് വെളുത്തുള്ളിയിട്ടത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. പിന്നെ വന്നൊന്ന് പേരും പറഞ്ഞല്ലോ, സ്പ്രിംഗ് റോൾ അത് വറുത്തത്. ഇത് സീ ഫുഡ് ഫ്രൈഡ് റൈസ്. അപ്പം നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പരിപാടീസൊക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നാളെ ഹനോയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നാളത്തെ നമുക്ക് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.